Next topic is natural language processing. So what is natural language processing? The first point is it is a subfield or a sub-branch of artificial intelligence. And what does NLP deals with? The answer is it deals with methods of communicating with a computer in one's own natural language. ഞാനത് ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് തന്നെ നിങ്ങളോട് പറഞ്ഞു. മോഡേൺ ഡേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ ആയാലും അല്ലെങ്കിൽ മെഷീൻ ആയാലും വിൽ അലൗ ഹ്യൂമൻ ബീയിങ്സ് ടു ഇന്ററാക്ട് വിത്ത് ദം ഇൻ ദെയർ ലാംഗ്വേജ്. ഇംഗ്ലീഷിൽ സംസാരിച്ച് നമുക്ക് റോബോട്ടിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാം. അപ്പോൾ റോബോട്ട് എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് മെഷീനും സോഫ്റ്റ്വെയറും നമ്മൾ സംസാരിക്കുന്ന ഇംഗ്ലീഷ് ഭാഷ മനസ്സിലാക്കി എന്താണ് അതിനകത്ത് മീനിങ്, അതനുസരിച്ച് മുന്നോട്ട് പോകുന്നു. ഈ കേപ്പബിലിറ്റി ഈ സോഫ്റ്റ്വെയറിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് അഥവാ NLP കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. ഇനി എന്താണ് NLP പ്രോസസ്സിംഗ് അല്ലെങ്കിൽ NLP പ്രോഗ്രാമിങ്ങിന് നമ്മൾ പോകുമ്പോൾ നമ്മൾ അനുഭവപ്പെടുന്ന ഡിഫിക്കൽട്ടി? വാട്ട് ആർ ദ ഫണ്ടമെന്റൽ പ്രോബ്ലംസ് ഇൻ NLP ഡീൽ ചെയ്യുന്ന സമയത്ത്? NLP റിക്വയേഴ്സ് ദ സിസ്റ്റം to analyze the sentence. നമ്മൾ ഒരു സെന്റൻസ് സംസാരിച്ചു കഴിഞ്ഞാൽ ആ സെന്റൻസിനെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യണം. എന്തിനാ അനലൈസ് ചെയ്യുന്നത്? റിട്രീവ് ദ കറക്റ്റ് മീനിങ് ഫോർ എ ഡിഫറെന്റ് സെറ്റ് ഓഫ് പീപ്പിൾ. പല ടോണിൽ ആൾക്കാർ സംസാരിക്കും. അവർ പറയുന്ന ആ സെന്റൻസിനകത്ത് അടങ്ങിയിരിക്കുന്ന യഥാർത്ഥ മീനിങ് മനുഷ്യൻ മനസ്സിലാക്കി എടുക്കുന്നത് പോലെ മനസ്സിലാക്കിയെടുക്കണം. അത് എളുപ്പമുള്ള കാര്യമല്ല. പലരും പല ശൈലിയിലും പല രീതിയിലുമായിരിക്കും സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക്. ഇനി ഫസ്റ്റ് പ്രോബ്ലം എന്താണെന്ന് പറയാം. ഡിഫിക്കൽട്ടിക്ക് ambiguity of the words used and their meaning in respective contents are the major bottleneck in NLP. ഏറ്റവും പ്രയാസം എന്ന് പറഞ്ഞാൽ ആംബിഗ്വിറ്റി ഓഫ് വേർഡ്സ്. പലതരത്തിലുള്ള വേർഡ്സ് ആയിരിക്കും സെന്റൻസിനകത്തുള്ളത്. അതിനകത്ത് ഉള്ള ആ ഒരു ക്ലാരിറ്റി കുറവ്, അല്ലെങ്കിൽ ആ സെന്റൻസ് കേൾക്കുന്ന ഉടനെ ഒരു മെഷീനിന് അതിന്റെ ക്ലാരിറ്റി പ്രോപ്പറായിട്ട് മനസ്സിലാവത്തില്ല. മനുഷ്യൻ മനസ്സിലാക്കുന്നതാണ്. മനുഷ്യന് ബ്രെയിനിലുണ്ട്, ഇന്റലിജൻസ് ഉണ്ട്. ആ ആംബിഗ്വിറ്റി ഓഫ് വേർഡ്സ് യൂസ്ഡ്, അതിന്റെ മീനിങ് തന്നെ ഒരു വാക്കിന് തന്നെ പല മീനിങ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. ഒരു സെന്റൻസിൽ മനുഷ്യനത് മനസ്സിലാക്കി എടുക്കാൻ ഒക്കും. എന്നാൽ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം അത് വ്യത്യസ്തമാക്കി എടുത്ത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ മനുഷ്യന്റെ കണക്ക് പെരുമാറാൻ ഒക്കൂ. അതാണ് പ്രധാനപ്പെട്ടത്.